ആദ്യമായി ഞാൻ അമ്മ മാധവനോടും യേശുവിനോടും നന്ദി പറയുന്നു. എൻ്റെ പേര് പീറ്റർ. ഞാൻ കൊല്ലം നീണ്ടകര എൻ്റെ ഇടവക സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവാലയം. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 മെയ് മാസമാണ്. ഞാൻ ഈ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് എൻ്റെ വീടിൻ്റെ അയലത്തെ ചേച്ചി വഴിയാണ്. ചേച്ചി ഇങ്ങനെ പറഞ്ഞു, നീ കുറേ കാലമായി വിദേശത്ത് ട്രൈ ചെയ്യുന്നു, നിനക്കൊന്നും നടക്കുന്നില്ലല്ലോ, അതുകൊണ്ട് നീ കൃപാസനത്ത് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു, അമ്മേ നമുക്ക് കൃപാസനം വരെ പോയി ഉടമ്പടി എടുത്താലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യമായി വന്നത് ഞായറാഴ്ച ദിവസമായിരുന്നു. അപ്പോൾ വന്നത് അമ്മയും കുഞ്ഞമ്മയുമായിട്ടായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയി. ഉടമ്പടിയെ പറ്റി എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ചേച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ചേച്ചിയുടെ കൂടെ വന്നു. മെയ് മാസം ആയിരുന്നു ഉടമ്പടി എടുത്തത്. അപ്പോൾ ഞാനും അളിയനും ആയിരുന്നു ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ എൻ്റെ നിയോഗം ഞാൻ വെച്ചത് എനിക്ക് യൂറോപ്പിലേക്ക് പോകാനുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടിയിലെ നിയോഗം വെച്ചു. 2 വർഷത്തോളം ഞാൻ കാത്തിരുന്നു, ഒന്നും ആകുന്നില്ല. ഇങ്ങനെ വിഷമിച്ച് തളർന്നു ഇരുന്നിട്ടും ഞാൻ പ്രാർത്ഥനയിൽ തന്നെ ഒഴുങ്ങിയിരുന്നു. ഏകദേശം കുറേ കാലം എന്നെ ഏജൻസി ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ എപ്പോഴും പൈസ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കും. ഏകദേശം ഒരു 2 ലക്ഷത്തോളം രൂപ ഞാൻ കൊടുത്തിരുന്നു. പലിശയൊന്നും കൊടുക്കാനില്ലാതെ ഇങ്ങനെ ഒരുപാട് കടന്ന് ഓടി. എന്നിട്ടും അവർ ഇങ്ങനെ എന്നെ പറ്റിച്ചുകൊണ്ടേയിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥനയിൽ തന്നെ മുഴുങ്ങി മാതാവിനോട് എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്നെ ഇങ്ങനെ ഇട്ട് ദ്രോഹിക്കല്ലേ, എങ്ങനെയെങ്കിലും ഒരു കരയിലെത്തിക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പണ്ടിങ്ങനെ പ്രാർത്ഥിക്കാത്ത ഒരാളായിരുന്നു. ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. പള്ളിയിലൊന്നും പോകത്തില്ല, അങ്ങനെ കുമ്പസാരിക്കത്തില്ല, അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ അമ്മയാണ് പറഞ്ഞത്, മോനെ നീ എന്തായാലും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, നീ ഒന്ന് കൃപാസനം വരെ പോയി ഒന്ന് പ്രാർത്ഥിക്ക്, നിൻ്റെ മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മ പറഞ്ഞത് അനുസരിക്കാതിരുന്നില്ല. അമ്മ പറഞ്ഞതല്ലേ, എന്തായാലും പോവാം, മാതാവിന് എന്തായാലും കൈവിടത്തില്ല എന്നൊരോർത്ത് ഞാൻ പോയി. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് പ്രാർത്ഥനയിൽ പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു. എന്താണ് ഉടമ്പടി, എങ്ങനെയാണ് പ്രാർത്ഥന ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പിന്നെ പുതുക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ പുതുക്കി, അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെയും എൻ്റെ 1 വർഷം വെറുതെ പോയി. 2025 എനിക്കൊന്നും ആയില്ല. ഓരോ ഏജൻസി കൊടുക്കുമ്പോൾ ഓരോ 7 മാസം 1 വർഷമാണ് എൻ്റെ സമയം വേസ്റ്റായിക്കൊണ്ടിരിക്കുക. നാട്ടിലാണെങ്കിൽ ആൾക്കാർ ചോദിക്കും, മോനെ നിനക്ക് ഒന്നും ആയില്ലേ, ഒന്നും പോകുന്നില്ലയോ, ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നാലും ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കും, ദൈവം എനിക്ക് ഒരു അവസരം തരും. അതിനുവേണ്ടി ഞാൻ കുറേ കാലം ഓടി നടന്ന് ഇങ്ങനെ എൻ്റെ ജീവിതം പാഴായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് പപ്പ ഫിഷർമാനാണ്. അപ്പം ഞാനും ഇങ്ങനെ ഫിഷർമാൻ്റെ ജോലിക്കൊക്കെ പോകുമായിരുന്നു. അപ്പം പപ്പ എനിക്കൊരു വലയൊക്കെ ഉണ്ടാക്കി തന്നു. ഞാനും അങ്ങനെ വീശാനൊക്കെ പോയി കുറച്ച് എൻ്റെ ചിലവിനുള്ള കാശൊക്കെ ഞാൻ ഒപ്പിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറേ ധ്യാനകേന്ദ്രത്തിലൊക്കെ പോകുമായിരുന്നു. അവസാനമായി ഞാൻ ജനുവരി 18 ധ്യാനം കൂടിയത് അണക്കര ധ്യാനകേന്ദ്രത്തിലാണ്. അവിടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവമാണ് ഞാൻ ആ ധ്യാനകേന്ദ്രത്തിൽ കണ്ടത്. അങ്ങനെ ഒരു ധ്യാനകേന്ദ്രം ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. കാരണം അച്ഛൻ്റെ ആ ഒരു അനുഭവം ഒരിക്കലും മറക്കത്തില്ല. പിന്നെ ഞാൻ അവസാനമായിട്ട് ഈ ഒക്ടോബർ മാസം ഇവിടുത്തെ റാലിയിൽ പങ്കെടുത്തു. റാലിയിൽ ഞാൻ ഒരു നിയോഗം വെച്ചിട്ടാണ് നടന്നത്. മാതാവേ എനിക്ക് എന്തെങ്കിലും ഒരു മേഖല എനിക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു നടന്നിരുന്നു. അങ്ങനെ ഞാൻ ഇസ്രായേലിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ ഒരു ഏജൻസി വഴി കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ പള്ളിയിൽ എത്തിയപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്കൊരു കോള് വന്നു. അവർ പറഞ്ഞു, നാളെ തന്നെ എറണാകുളത്ത് വരണം, നിങ്ങൾക്ക് നാളെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റത്തില്ല വരാൻ, എനിക്കിപ്പോൾ തന്നെ ഞാൻ ടയേർഡാണ്, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാനത് മാറ്റി. പക്ഷേ അത് പോകാതിരുന്നത് വളരെ ഉപകാരമായി. അവരൊരു ഫേക്ക് ഏജൻസി ആയിരുന്നു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെ നവംബർ 13 എനിക്കൊരു പെട്ടെന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കൊല്ലത്തെ ഏജൻസിയിൽ നിന്നൊരു വിളി വന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ ബയോഡേറ്റയും കാര്യങ്ങൾ അയച്ചു കൊടുത്തു. അവർ പറഞ്ഞു 13 2 മണിക്ക് ഇൻ്റർവ്യൂ ആണ്, നിങ്ങളെല്ലാം പ്രിപ്പയറായിട്ടിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാം പെട്ടെന്ന് 3 മണി ആയപ്പോഴത്തേക്കും ഒരു വീഡിയോ കോളിൽ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു.
വളരെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, മാതാവ് ഈ ഇൻ്റർവ്യൂവിനെ എങ്ങനെയും അപ്പുറത്തോട്ട് എത്തിക്കണമേ എന്ന് പറഞ്ഞു. മാതാവ് അത് കൈവിടാതെ എന്നെ എങ്ങനെയും അത് എത്തിച്ചേർത്തു. ഇപ്പോൾ പിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രീ മെഡിക്കൽ എന്ന് പറയുന്ന സംഭവമുണ്ട്. ആ പ്രീ മെഡിക്കൽ നാട്ടിൽ നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഇസ്രായേലിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. മെഡിക്കൽ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് എൻ്റെ CBC കൗണ്ടെന്ന് പറഞ്ഞ് കൂടുതലാണെന്ന് പറഞ്ഞ് പ്രശ്നമായിരുന്നു. അതായത് നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞു. അതെല്ലാം സാധാരണ മനുഷ്യന്മാർക്കും വരുന്നതാണ്. അത് ഏജൻസിയിൽ അവർക്ക് എന്നെ പ്രശ്നമാക്കി. പെട്ടെന്ന് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ലോക്കറ്റ് വെച്ച് സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അന്നത്തെ രാത്രി എനിക്ക് ഉറക്കമില്ലായിരുന്നു. ഉറക്കമില്ലാതെ ഞാൻ എൻ്റെ ബൈബിൾ എടുത്ത് വചനങ്ങൾ വായിച്ച് ഉറങ്ങി. പിറ്റേ ദിവസമായപ്പോൾ ഏജൻസിയിൽ നിന്ന് പറഞ്ഞു, പീറ്റർ നിനക്ക് ഒരു കുഴപ്പമില്ല, നീ എത്രയും പെട്ടെന്ന് പൈസ അഡ്വാൻസ് ഇടാൻ പറഞ്ഞു. അങ്ങനെ അഡ്വാൻസ് ഇട്ടു. അവർ എല്ലാ പ്രോസസ്സിങ്ങും വളരെ പെട്ടെന്നായിരുന്നു. എല്ലാം വളരെ മനോഹരമായി നടന്നു. പിന്നെ അഫിഡവിറ്റും കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് ഡിസംബർ 29 മത്താശ വന്നു. മത്താശ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ജനുവരി മാസം തന്നെ നിങ്ങൾ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി മാസം ഞങ്ങൾ ബോംബെയിലോട്ട് പോയി. ബോംബെയിൽ ഞങ്ങൾ 7 പേരുമായിട്ടാണ് പോയത്. ആ 7 പേരിൽ 4 പേര് ഉടമ്പടി എടുത്ത വ്യക്തികളാണ്. അത് തന്നെ ദൈവത്തിൻ്റെ മാതാവിൻ്റെ വളരെ ഒരു അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് എന്തെങ്കിലും സൗകര്യമുണ്ടോ എന്നുള്ളൊരു ടെൻഷനിലായിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ നിന്ന് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞത് അവിടെ യേശുവിൻ്റെ ഒരു കുരിശും എല്ലാം ഉള്ള ഒരു കുരിശടി ഉണ്ടായിരുന്നു. അവിടെ കൃപാസന മാതാവിൻ്റെ ഒരു ഹിന്ദിയിലെ പേപ്പർ ഞാൻ കിടക്കുന്ന കണ്ടു. മാതാവിൻ്റെ ഒരു രൂപവും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. വളരെ ഒരു അനുഭവമായിരുന്നു. കലീന റെസിഡൻസി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. 26 ദിവസം ഞങ്ങൾ അവിടെ ആയിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും ഒരുമിച്ച് ഞങ്ങൾ വെളുപ്പിനെ 5:30 തന്നെ എഴുന്നേക്കും. അച്ഛൻ്റെ ഓൺലൈനിലൂടെയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കൊന്ത പഠിക്കുകയും എല്ലാം ചെയ്യുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഉണ്ടായിട്ടേ ഇല്ല. ഞാനിങ്ങനെ കൊന്ത പഠിക്കാനൊന്നും ഇരിക്കാത്തൊരു വ്യക്തിയായിരുന്നു. എങ്ങനെ ചുമ്മാ അപ്പനും അമ്മയ്ക്കും വായിക്കാനും എഴുതാൻ അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവരാണ് വീട്ടിൽ അവരായ രീതിയിൽ അവർ പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ അതിലൊന്നും ഉൾപ്പെടാതെ മാറിയുന്നൊരു വ്യക്തിയായിരുന്നു. കൃപാസനത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ കൊന്തയിലൊക്കെ കൊന്ത പഠിക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പോൾ ഞാനാണ് വീട്ടിലെല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്നത്, കൊന്ത പഠിക്കാനും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം തന്നെ ആയിരിക്കുന്നു. ഞാൻ ബൈബിൾ ഇതുവരെ കൈകൊണ്ട് തൊടാത്തൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ എനിക്ക് ബൈബിളിലെ വചനം വായിക്കാതെ ഉറങ്ങാൻ പറ്റാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം ഉടമ്പടി ദേശമാണ് ഞാൻ ഈ കുമ്പസാരം എന്ന കൂദാശയോട് ഏറ്റവും ബഹുമാനം തോന്നുന്നത്. കാരണം പാവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ കുർബാന എടുക്കാനായിട്ട് പോകത്തില്ല. എപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ദിവ്യബലിക്ക് ഡെയിലി കുർബാനയ്ക്ക് പോകുമ്പോൾ അവിടുത്തെ ചേച്ചിമാർ ഞങ്ങളുടെ അമ്മയെടുത്ത് പറയും, മോൻ എല്ലാ ദിവസവും വന്ന് കുമ്പസാരിക്കുന്നല്ലോ, മോൻ എന്ത് പറ്റി. അപ്പോൾ അമ്മ പറയും, അവൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്തതിന് ശേഷം അവിടെ 2 ആഴ്ച കൂടുമ്പോൾ എപ്പോഴും കുമ്പസാരിക്കണം, അതുകൊണ്ടാണ് അവൻ അങ്ങനെ കുമ്പസാരിക്കുന്നത്, നല്ലതാണെന്ന് പറയും. അപ്പോൾ എല്ലാവരും വന്ന് വീട്ടിൽ പറയും, മോനെ ഒന്നും ശരിയായില്ലേ, പോകാനൊന്നും ശരിയായില്ലേ. അപ്പോൾ ഞാൻ പറയും, അമ്മ എല്ലാം മാതാവ് നമ്മളെ കാക്കും, ഒരിക്കലും കൈവിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഇസ്രായേലിലോട്ട് പോകുന്ന കാര്യം എല്ലാം ശരിയായി ഞാൻ സ്റ്റഡി ചെയ്തു. നല്ല ഏജൻസി ഏതാണ് എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ ഒരു ഹ്യൂജ് എമൗണ്ടാണ് നമുക്ക് ഇസ്രായേലിലോട്ട് പോകാനായിട്ട്. ആ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ശരിയാക്കണം. ആ ഡോക്യുമെൻറ്റ്സിൽ ആദ്യത്തെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പപ്പാടെ പേര് വീട്ടിൽ വിളിക്കുന്ന പേരായിപ്പോയി. അതാണ് വലിയൊരു പ്രശ്നമായിരുന്നു. അങ്ങനെ അത് മാറ്റാൻ വേണ്ടി ഞാൻ കുറേ കടന്നു ഓടി. പെട്ടെന്ന് തന്നെ ഞാൻ മാതാവിനോട് വിളിച്ചപേക്ഷിച്ച്, മാതാവ് ഇത് എങ്ങനെയെങ്കിലും 1 മാസത്തിനുള്ളിൽ എനിക്ക് ശരിയാക്കി തരണമേ എന്ന് പറഞ്ഞു. കാരണം ഒരിടത്ത് ഇൻ്റർവ്യൂ നടക്കുന്നു, ഒരിടത്ത് ഈ സംഭവം നടക്കുന്നു. കാരണം ഇലക്ഷൻ്റെ തിരക്ക് കാരണം ഈ ഡിലേ വരുന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പല വാതികളിൽ മുട്ടി. അങ്ങനെ മാതാവായിട്ട് എനിക്കത് 1 മാസം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ശരിയാക്കി തന്നു. അതൊന്നും എൻ്റെ ഒരു ഭാഗ്യം, എൻ്റെ ഒരു കഴിവ് കൊണ്ടൊന്നും അല്ല ഞാൻ ഇപ്പോൾ ഈ സന്നിധി നിൽക്കുന്നത്. മാതാവിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എല്ലാം ശരിയാക്കി തന്ന മാതാവിനോടും നന്ദി പറയുന്നു. ഒരിക്കലും ഞാൻ ഇങ്ങനെ എത്തുമോ, എവിടെ എത്തിച്ചേരുമോ എന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഒന്നും നടക്കത്തില്ല എന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. എപ്പോഴും ആകുലതയായിരുന്നു. മാതാവിനോടും അമ്മയോടും യേശുവിനോടും നന്ദി പറയുന്നു. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞത് ഞാൻ എല്ലായിടത്തും പോകുമായിരുന്നു, കുടുംബടി പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ
അനാഥാലയത്തിൽ പോയി ഫുഡൊക്കെ കൊടുക്കുമായിരുന്നു, സിസ്റ്റർ മഠത്തിലൊക്കെ പോകുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആത്മീയ മാറ്റങ്ങൾ വന്നെന്ന് പറഞ്ഞാൽ ഞാൻ വചനങ്ങൾ ഒട്ടും വായിക്കാത്തൊരു വ്യക്തിയായിരുന്നു. വചനങ്ങൾ വായിച്ചു തുടങ്ങി, വചനത്തിൽ സ്നേഹിക്കാൻ തുടങ്ങി. ഞാൻ എപ്പോഴും വായിക്കുന്നൊരു വചനമുണ്ട്, അവൻ ഇസ്രായേൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ, അങ്ങയുടെ കരം എന്നോട് കൂടിയായിരിക്കണമേ, വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളിച്ചണമേ. ആ വചനം എന്നെ വലുതാളതായി ടച്ച് ചെയ്തൊരു വചനമാണ്. ആ വചനം എന്നും ഞാൻ മുടങ്ങാതെ വായിക്കുന്നൊരു വചനമാണ്. യേശുവിനോടും യേശു മാതാവിനോടും ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വചനങ്ങളാണ്. ഇസ്രായേലിലേക്കുള്ള വിഷയമായിട്ടാണ് പരിശുദ്ധമ്മയുടെ ആലയത്തിൽ നന്ദി പറയാനായിട്ട് വന്നത്. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ക്ലിയറാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 22-ാം വചനം പറയുന്നത് പോലെ വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ളതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഉടമ്പടി എടുത്താൽ മാത്രം പോരാ, ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കുവാനും തീഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുമുള്ള അനുഗ്രഹത്തിനായിട്ടാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിശ്വാസത്തോടെ വരുമ്പോൾ പെട്ടെന്ന് അമ്മയെല്ലാം നടത്തി തരുന്നതാണ്. കാനായിലെ കല്യാണത്തിനും സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ് ചെന്ന് പറഞ്ഞത് ഈശോയോട്, അവർക്കിതിൻ്റെ കുറവുണ്ട്, അവർക്കിതിൻ്റെ ആവശ്യമുണ്ട് എന്ന്. ആ അമ്മ തന്നെയാണ് ഇന്നും നമ്മുടെ ഓരോ കാര്യങ്ങളും ഇപ്പോഴാക്കുന്നത്. നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ചെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതാവസ്ഥ കണ്ട്, നമ്മുടെ വിശ്വാസം കണ്ട്, നമ്മുടെ സ്നേഹം, ദൈവസ്നേഹം കണ്ട് അമ്മയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഈശോയോട് ചെന്ന് പറയുന്നത്. ഈ മകന് പീറ്റർ വിശ്വാസത്തോടെ നിലനിൽക്കാൻ സാധിച്ചു 1 വർഷത്തോളം. വീണ്ടും വീണ്ടും ആ മകന് വിശ്വാസത്തിലേക്ക് വരാൻ സമയമെടുത്തു. പക്ഷേ ഒരു നല്ലൊരു വിശ്വാസത്തിലായി കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് കൂടെ നിന്നെല്ലാം നടത്തി കൊടുത്തത്. ആ വിശ്വാസത്തിൽ തുടരുക എന്നായിരുന്നു ഏറ്റവും പ്രാധാന്യം. തീഷ്ണതയോടെ ഈശോയിൽ ചേർന്ന് നിന്ന് ഈ മകന് വിശ്വാസം നഷ്ടപ്പെടാതെ, നിരാശപ്പെടാതെ, പ്രതീക്ഷയോടെ ഈ മകൻ തക്ക സമയത്തിന് ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു വിശ്വാസ ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായി കാത്തിരുന്നു. അങ്ങനെയാണ് ഈ മകൻ ഇന്ന് ഇസ്രായേലിലേക്ക് പോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ കാണാം. ദൈവം എന്തേ, ദൈവം എവിടെ, എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്ത എന്ന് ചോദിക്കാം. എല്ലാം നല്ലതിനായിട്ട് കാത്തുവെക്കുന്ന ദൈവമാണ്. എല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് കരുതി വയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. എല്ലാം നമ്മുടെ നല്ലതിനാന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം കൈവിടാതെ തീഷ്ണതയോടെ വിശ്വാസ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതം വിഭക്തിയോടെ നയിക്കുവാൻ നമ്മെല്ലാവരെയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പീറ്ററിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.